ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്. അതിനായിട്ട് 2 ഗ്ലാസ് പച്ചരി 6 മണിക്കൂറായി കുതിർത്ത് വെച്ചാണ്. ഇത് കഴുകിയെടുത്തതിന് ശേഷം വെള്ളം വാർത്ത് വയ്ക്കുക. ഇതിൽ വെള്ളം ഒട്ടുണ്ടാവാൻ പാടില്ല. ഇനി ഇതിലേക്ക് 500 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് പകുതി അരി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് പകുതി ശർക്കര പാനിയും ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ ഒരു തരി പോലെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് 6 ഏലക്ക ചേർത്ത് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ ചോറ്, 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, ഇതിലേക്ക് 4 പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ 2 പഴം ചേർത്ത് ആദ്യം അരച്ചെടുക്കുക. ബാക്കിയുള്ളത് ഇതുപോലെ അരച്ചെടുക്കുക. ഇനി ഇത് 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വയ്ക്കുക. ഇതിപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി നോക്കാം. ഇപ്പം ഇതിൻ്റെ പാകം ഇതാണ്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ചുപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ കുറച്ച് തേങ്ങാക്കൊത്തും 1.5 ടേബിൾ സ്പൂൺ എള്ളും കൂടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് വറുത്തെടുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ നല്ല ജീരകം ചേർക്കുക. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി അപ്പം ചുടാനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ വറുത്തെടുത്ത നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇപ്പം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ കുറച്ച് വയ്ക്കണം. ഇപ്പോൾ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.